ഹായ് ഓൾ. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് ആരംഭിക്കുന്നു. ഓൾറെഡി നമുക്ക് SCERTയുടെ 7th മുതൽ 10th വരെയുള്ള എക്കണോമിക്സിൻ്റെ പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് നടക്കുന്നുണ്ട്. അത് കൂടാതെ ഈ വീഡിയോ മുതൽ 11th 12th അതായത് 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും NCERTയുടെ എക്കണോമിക്സ് പോർഷൻസ് ഡീൽ ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണ് ഇത് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലെ 12ലെയും 11ലെയും ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പ്രയോറിറ്റി ബേസിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യും. അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പോർഷൻസ് കവർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്, നമുക്കറിയാം 12th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം 12th ആണ് കൂടുതൽ പ്രധാനപ്പെട്ട, അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ +2 അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡിൽ എക്കണോമിക്സിൽ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഒന്ന് മൈക്രോ എക്കണോമിക്സും മറ്റൊന്ന് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, ഈ 2 ടെക്സ്റ്റ് ബുക്കുകളാണ് 12ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ കൂടുതൽ ഫോക്കസ് വേണ്ടത്, പ്രാധാന്യം കൊടുക്കാനുള്ളത്, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് മാക്രോ ആണ്. കാരണം സിലബസ് എല്ലാം തന്നെ അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാക്രോ എന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ റീസെൻ്റ് ആയിട്ട് 12th ലെവൽ എക്സാമുകളിൽ മൈക്രോയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് മാക്രോ എന്നായതുകൊണ്ട് തന്നെ നമ്മൾ മാക്രോ ആയിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോവുക. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ മൈക്രോ മാക്രോ എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ എന്താണെന്ന് പറയാം. അപ്പോൾ എക്കണോമിക്സിനകത്ത് എക്കണോമിക്സിന് 2 പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്ന് പറയുന്നത്. മൈക്രോയുടെ മലയാളം എന്ന് പറയുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളതാണ്. സൂക്ഷ്മം മൈക്രോ. മാക്രോ എന്ന് പറയുന്ന സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന എക്കണോമിക്സിന്റെ 2 പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ്. ഓക്കെ, അതിനകത്ത് ഈ ഒരു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ, അതായത് ഏതെങ്കിലും ഒരു യൂണിറ്റ്, ഒരു വ്യക്തി, ഒരു സ്ഥാപനം, ഒരു സാധനത്തിനെ പറ്റി പഠിക്കുന്നതിനാണ് മൈക്രോ എന്ന് പറയുന്നത്. ഒരു സാധനത്തിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സമ്പൂർണ്ണമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നതിനാണ് മൈക്രോ അനാലിസിസ് എന്ന് പറയുന്നത്, മൈക്രോ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം, ഇന്ത്യയിൽ കാറ് നിർമ്മിക്കുന്ന പല കമ്പനികളുണ്ട് അല്ലേ? അതിലിപ്പോൾ ടാറ്റ എന്ന് പറയുന്ന കമ്പനീനെ മാത്രം എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. ടാറ്റയുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ്, അവർ ഏതൊക്കെ മേഖലകളിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട്, ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൽ ടാറ്റ മറ്റ് വാഹനങ്ങളെയൊക്കെ മറ്റ് കമ്പനികളൊക്കെ പിന്നിലാക്കി ഇപ്പം വിൽപ്പനയിലൊക്കെ മുന്നോട്ട് പോകുന്നവരെ നമുക്കറിയാം. അപ്പോൾ ആ ടാറ്റ എന്ന് പറയുന്ന കമ്പനീനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം. അപ്പോൾ ടാറ്റ എന്ന് പറയുന്ന കമ്പനി മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അതൊരു മൈക്രോ അനാലിസിസ് ആണ്. കംപ്ലീറ്റ് ആയിട്ടൊരു പഠനം നടത്തുന്നത് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. അതേസമയം മാക്രോ എന്ന് പറയുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളവിടെ അഗ്രഗേറ്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അഗ്രഗേറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ അല്ലെങ്കിൽ സം. ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ ചേരുമ്പോഴാണല്ലോ അഗ്രഗേറ്റ് ആകുന്നത്, ഒന്നിലധികം യൂണിറ്റുകൾ. അപ്പോൾ മാക്രോ അനാലിസിസ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നിലധികം യൂണിറ്റുകൾ, ഒരുപാട് യൂണിറ്റുകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഉദാഹരണം, ഒരു കമ്പനീനെ, ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനീനെ മാത്രം പറ്റി പഠിച്ചത് മൈക്രോ ആണെങ്കിൽ, കാർ ഇൻഡസ്ട്രീനെ പറ്റി മൊത്തം പഠിക്കുന്നത് മുഴുവനായിട്ട്, അതായത് അതിനകത്ത് ടാറ്റ വരും, മഹീന്ദ്ര വരും, മാരുതി സുസുക്കി വരും, ഹുണ്ടായി വരും, അതുപോലെ പല കമ്പനികൾ, ടൊയോട്ട വരും, ഇങ്ങനെ പല കമ്പനികൾ എല്ലാവരെയും പറ്റി പഠിക്കുന്നത്, കാർ ഇൻഡസ്ട്രീനെ പറ്റിയുള്ള മുഴുവനായിട്ടുള്ള പഠനം മാക്രോയ്ക്കകത്ത് പറഞ്ഞത്. കാരണം മാക്രോ എന്ന് പറയുന്ന ഒരു അഗ്രഗേറ്റ് ആണ്, അതായത് ഒരു ടോട്ടൽ സം ആണ് ഇവിടെ നോക്കുന്നത് മാക്രോ. അതേസമയം മാക്രോയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം പോസിബിൾ അല്ല. നേരത്തെ മൈക്രോയിൽ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചപ്പോൾ മാക്രോയിൽ അത്രത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം പോസിബിൾ അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു മൊത്തത്തിലൊരു ഓവർവ്യൂ, ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഈ ഒരു മൈക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ പറ്റിയാണ് പഠിക്കുന്നത്. അവിടെ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ വരുമാനം, ഒരു വ്യക്തിയുടെ ചിലവ്, ഒരു സാധനത്തിന്റെ വില തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പ്രൈസ് തിയറി, അപ്പോൾ പ്രൈസ് തിയറി എന്നറിയപ്പെടുന്നത് ഏതാണെന്നൊരു ചോദ്യം വന്നാൽ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. അതേസമയം മാക്രോ എക്കണോമിക്സ് പൊതുവായിട്ടുള്ള മുഴുവനായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ജനറൽ തിയറി, പൊതു സിദ്ധാന്തം എന്ന് പറയുന്നത്. ജനറൽ തിയറിയും അതുപോലെ തന്നെ പ്രൈസ് തിയറി, പൊതു സിദ്ധാന്തവും അതുപോലെ തന്നെ വില സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട്. ഇനി മൈക്രോ എക്കണോമിക്സിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. ആൽഫ്രഡ് മാർഷൽ, കാരണം അദ്ദേഹമാണ് ലോ ഓഫ് ഡിമാൻഡും, അതായത് ഇൻഡിവിജ്വൽ സാധനങ്ങളുടെ വില അതിന്റെ ഡിമാൻഡിനെയും സപ്ലൈനെ എങ്ങനെ അനുസരിച്ചിരിക്കുന്നു എന്നുള്ള ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ ഒക്കെ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രൈസ് തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് മാർഷൽ ആണ്.
അതേസമയം മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JM കെയ്ൻസ് ആണ്. ജോൺ മെയ്നാർഡ് കെയ്ൻസിനെയാണ് മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ രണ്ടുപേരും, മൈക്രോയുടെ പിതാവ് ആൽഫ്രഡ് ആണെന്ന് പറയുന്നെങ്കിലും മാക്രോയുടെ പിതാവ് JM കെയ്ൻസ് ആണെന്ന് പറയുന്നെങ്കിൽ പോലും ഈ രണ്ട് പേരുകളും കൊടുത്തത് ഇവർ രണ്ടുപേരും അല്ല. ഈ രണ്ട് പേരുകളും കോയിൻ ചെയ്യുന്നത് ആക്ച്വലി എന്താണ്, ഈ രണ്ട് ആൾക്കാരും അല്ല എന്നുള്ളതാണ് സത്യം. കാരണം നമുക്കറിയാം എക്കണോമിക്സിന് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കിട്ടിയ രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന് റാഗ്നർ ഫ്രിഷും മറ്റൊന്ന് ജാൻ ടിൻബെർഗൻ. അതിൽ ഈ റാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്, എക്കണോമിക്സിൽ ആദ്യമായി നൊബേൽ സമ്മാനം കിട്ടുന്ന റാഗ്നർ ഫിഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് മൈക്രോ എന്നും മാക്രോ എന്ന് പറയുന്ന വാക്കുകൾ കോയിൻ ചെയ്തത്. അതായത് ടേംസ് മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾക്ക് രൂപം കൊടുത്തത് റാഗ്നർ ഫിഷ് എന്ന് പറയുന്ന നോർവീജിയൻ എക്കണോമിസ്റ്റ് ആണ്. അപ്പൊ റാഗ്നർ ഫിഷിനും ജാൻ ടിൻബെർഗനുമാണ് എക്കണോമിക്സിൽ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മൈക്രോ മാക്രോ എന്ന് പറയുന്ന രണ്ടിന്റെ ഇൻട്രൊഡക്ഷൻ. നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് പറഞ്ഞൊരു വ്യക്തിയുടെ വരുമാനത്തിനെ പറ്റി പഠിക്കുന്നു, ഒരു വ്യക്തിയുടെ ചിലവുകളെ പറ്റി പഠിക്കുമ്പോൾ അത് ഏതാണ്? നിങ്ങൾ തന്നെ പറഞ്ഞു, അത് മൈക്രോ അല്ലേ? അതേസമയം രാജ്യത്തിന്റെ വരുമാനം, സംസ്ഥാനത്തിന്റെ വരുമാനം, വലിയൊരു അഗ്രിഗേറ്റിനെ പറ്റി പഠിക്കുമ്പോൾ മാക്രോ. അപ്പൊ നിങ്ങൾ നോക്കി, ഒരു വ്യക്തിയുടെ വരുമാനം ആകുമ്പോൾ മൈക്രോ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ വരുമാനം എന്ന് പറയുന്നത്, ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഏതിനകത്ത് വരണം? മാക്രോയ്ക്കകത്ത് വരാനുള്ളതാണ് അല്ലേ? അപ്പൊ മാക്രോയിലെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ അത് മാക്രോ എക്കണോമിക്സിനകത്ത് വരുന്ന ഒരു പോർഷനാണ് ദേശീയ വരുമാനം കണക്കാക്കുക. നമ്മൾ ഈ ഒരു പോർഷനെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ല, ഫസ്റ്റ് പാർട്ട് നാഷണൽ ഇൻകം എന്ന് പറയുന്ന പോർഷൻ 2 വീഡിയോസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വരുമാനം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയുണ്ട് അല്ലേ? എന്താണ് ദേശീയ വരുമാനം? ഒരു രാജ്യത്തിന്റെ മുഴുവൻ വരുമാനമാണോ ദേശീയ വരുമാനം? അതോ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ ആൾക്കാർ, അല്ലെങ്കിൽ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും വരുമാനമാണോ ദേശീയ വരുമാനം? എന്താണ് ദേശീയ വരുമാനം? നാഷണൽ ഇൻകം. അത് നോക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ? സമ്പത്ത് ഏൺ ചെയ്യുന്ന, കാശ് ഏൺ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിനെയും നമുക്ക് സാമ്പത്തിക പ്രവർത്തനം, എക്കണോമിക് ആക്ടിവിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏതൊരു പ്രവർത്തനത്തിനെ എക്കണോമിക് ആക്ടിവിറ്റി നമുക്ക് പറയാം. ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ പഠിച്ചതാണ്. മുന്നത്തെ SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ സീരീസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് വരിക. അതിനകത്ത് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, ഗുഡ്സിന്റെയും സർവീസസിന്റെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയതെല്ലാം തന്നെ എന്തിൻ്റെ അകത്ത് വരുന്നുണ്ട്? എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ അവിടെ വരുന്ന 2 ടേംസ് നമുക്ക് നോക്കുക. ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപയോഗം തുടങ്ങിയതെല്ലാമാണ് എക്കണോമിക് ആക്ടിവിറ്റീസിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാനുള്ളത് എക്കണോമിക് ആക്ടിവിറ്റീസ് പ്രധാനമായിട്ടും ഗുഡ്സിനെയും സർവീസസിനെയും ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സാധനങ്ങളെയും സേവനങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ദ എക്കണോമിക് വെൽത്ത് ഓർ വെൽബീയിങ് ഓഫ് എ കൺട്രി ഡസ് നോട്ട് നെസസറിലി ഡിപ്പെൻഡ് ഓൺ ദ മിയർ പൊസഷൻ ഓഫ് റിസോഴ്സസ്. ദ പോയിന്റ് ഈസ് ഹൗ ദ റിസോഴ്സ് ആർ യൂസ് ഇൻ ജനറേറ്റിംഗ് ദ ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, രാജ്യത്ത് ലോകത്തുള്ള ജനങ്ങളുടെ എല്ലാം ആവശ്യങ്ങൾ നിറവേറ്റുന്നത് റിസോഴ്സസ്, വിഭവങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാമല്ലോ. വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങളായിക്കോട്ടെ, മാൻമെയ്ഡ് റിസോഴ്സ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള വിഭവങ്ങൾ പരിമിതമാണ്. പക്ഷെ ലോകരാജ്യങ്ങളുടെ കയ്യിൽ ആ വിഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ ഒരു വലിയ വെൽത്ത് ഉള്ളതോ അല്ലെങ്കിൽ ജനങ്ങൾക്കെല്ലാം വെൽബീയിങ് കിട്ടുന്നതായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറണമെന്നില്ല. അത് മാറുന്ന എപ്പോഴും ആ വെൽത്തിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ, അവിടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുമ്പോഴാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് പെട്രോളിയം എക്സ്പ്ലോറേഷൻ നടന്ന, അല്ലെങ്കിൽ പെട്രോളിയം കണ്ടെത്തിയിലായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പെട്രോളിയം ഇത്രത്തോളം ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ധനമായിട്ട് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് കാണുന്ന പോലെ മിഡിൽ ഈസ്റ്റ് ഒരു വളർന്ന ഏരിയ ആയിട്ട് മാറൂലായിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഈ വിഭവങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഒരു രാജ്യത്തെ ഇൻകം, വെൽത്ത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ പറഞ്ഞു അത്തരത്തിൽ പ്രൊഡക്ഷൻ, ഈ പറയുന്ന റിസോഴ്സസിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഭാഗമാകുന്ന സമയത്ത് ഈ റിസോഴ്സസ് പ്രൊഡക്ഷനിലോട്ട് യൂസ് ചെയ്താണ് നമ്മൾ ഗുഡ്സും സർവീസസും ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നമുക്കറിയാം, കൺസ്യൂമേഴ്സിന് വേണ്ടിയാണ്.
ഇനി നമ്മൾ അടുത്തിവിടെ നോക്കാൻ പോകുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കിടക്കുമ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നു. നാഷണൽ ഇൻകം, രാജ്യത്തിന്റെ വരുമാനം, ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഈ ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന മുഴുവൻ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം. അപ്പൊ നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യത്തുള്ള മുഴുവൻ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെയും ആകെ തുകയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. വെറുതെ എല്ലാ വർഷവും നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ്, എല്ലാ കാലത്തും നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ അന്നന്ന് എഴുതിയെടുക്കുന്നു എന്നുള്ളതല്ല. എക്കണോമിക് ആക്ടിവിറ്റീസ് ഒരു വർഷത്തിനകത്ത് നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ്, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിൽ നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ മണി വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നമുക്കറിയാം എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ആദ്യമായിട്ട് നോക്കാനുള്ള പോയിന്റ് ഗുഡ്സ് എന്ന് പറയുന്ന പോർഷനാണ്. സാധനങ്ങൾ. എന്താണ് സാധനങ്ങൾ എന്നുള്ളത് നോക്കുക. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി റിസോഴ്സസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് ഗുഡ്സ് എന്ന് പറയാം. ഈ ഗുഡ്സ് തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് നോക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗുഡ്സിനെ നോക്കി വരാം. എന്താണ് സാധനങ്ങൾ, അല്ലെങ്കിൽ സാധനങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാം. ഗുഡ്സ്, സാധനങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും ഒന്ന് ഇന്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും. ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അന്തിമ ഉൽപ്പന്നം എന്നാണ് അർത്ഥം. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഇടനില ഉൽപ്പന്നം. അന്തിമ ഉൽപ്പന്നവും ഇടനില ഉൽപ്പന്നവും നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാത്തരം ഗുഡ്സിനെയും നമുക്ക് ഇടനില ഉൽപ്പന്നം എന്ന് പറയാം, ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവായിട്ട് മാറുമ്പോൾ അത് അന്തിമ ഉൽപ്പന്നമായി, ഫൈനൽ ഗുഡായി. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഈ പറയുന്ന പോലെ കോട്ടൺ, പരുത്തി എന്ന് പറയുന്ന സാധനം പരുത്തി നൂലാക്കി മാറ്റുന്നു. പരുത്തി നൂലാക്കി മാറ്റുമ്പോൾ ആ പരുത്തി നൂല് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതിനൊരു വസ്ത്രമാക്കി മാറ്റണം. അപ്പോൾ ഒരു പരുത്തി നൂലെന്ന് പറയുന്നത് അവിടെ ഒരു ഇടനില ഉൽപ്പന്നമാണ്. അതേസമയം അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളാണ് അവിടെ അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതായത് ഈ അന്തിമ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇടനില ഉൽപ്പന്നം എന്ന് പറയുന്നത്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആട്ടമാവ് എന്ന് പറയുന്ന ഇടനില ഉൽപ്പന്നമാണ്. ചപ്പാത്തി എന്ന് പറയുന്ന ഫൈനൽ ഗുഡ്സ്, അന്തിമ ഉൽപ്പന്നമാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് റബ്ബർ. നമ്മൾ ടയറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ഉണ്ടല്ലോ, ഈ ടയർ എന്ന് പറയുന്ന ഫൈനൽ ഗുഡാണ്. അതേസമയം എന്ന് പറയുന്ന ഈ റബ്ബർ എന്ന് പറയുന്നത്, റബ്ബർ ഷീറ്റ് എന്നൊക്കെ പറയുന്നത് ഇടനില ഉൽപ്പന്നമാണ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. അപ്പം ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഇടനില ഉൽപ്പന്നം, ഒരു അന്തിമ ഉൽപ്പന്നം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇടനില ഉൽപ്പന്നം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി ഈ ഒരു അന്തിമ ഉൽപ്പന്നത്തിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സ്, മറ്റൊന്ന് ക്യാപിറ്റൽ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഉപഭോഗ ഉൽപ്പന്നവും ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വെച്ചാൽ മൂലധന ഉൽപ്പന്നവും. കൺസ്യൂമർ ഗുഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണം, ഈ പറയുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, വാഹനങ്ങൾ, ഇതെല്ലാം കൺസ്യൂമർ ഗുഡ്സ് ആണ്. അതെന്താ ഫൈനൽ ഗുഡ്സിനകത്ത് വരുന്ന അന്തിമ ഉൽപ്പന്നം തന്നെയാണ്, പക്ഷെ അത് കൺസ്യൂമർ ഗുഡ്സ്, നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. അതേസമയം ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതും അന്തിമ ഉൽപ്പന്നം തന്നെ, നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം, പക്ഷേ അത് നമ്മൾ നേരിട്ട് കൺസ്യൂം ചെയ്യും, നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്, പകരം അത് യൂസ് ചെയ്ത് വേറൊരു വസ്തു നിർമ്മിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അത് തന്നെയല്ലേ നമ്മൾ ഇടനില ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് വേറൊരു വസ്തു നിർമ്മിക്കുന്നു? അല്ല. ക്യാപിറ്റൽ ഗുഡ്സിന് ഒരു ഉദാഹരണമാണ് മെഷീൻ എന്ന് പറയുന്നത്. മെഷീൻ, യന്ത്രം. ഇപ്പോൾ പത്രം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫോൺ നിർമ്മിക്കുന്ന ഒരു കമ്പനിക്കകത്ത് ഉപയോഗിക്കുന്ന യന്ത്രം, ആ യന്ത്രം ഉപയോഗിച്ച് ഫോൺ നിർമ്മിക്കുന്നു, അല്ലേ? ആ യന്ത്രം ഫോൺ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ ഉപയോഗത്തിന് വേണ്ടിയാണ് യന്ത്രം ഉപയോഗിക്കുന്നത്, നിർമ്മിച്ച് ഫോൺ ഉണ്ടാക്കുന്നു. അതായത് ആ യന്ത്രം ഫോണായിട്ട് മാറുകയല്ല ചെയ്യുന്നത്, യന്ത്രം ഉപയോഗിച്ച് ഫോൺ നിർമ്മിക്കുന്നു. അതാണ് ക്യാപിറ്റൽ ഗുഡ്സ്. അതിനകത്ത് മെഷീൻ വരും, ടൂള് വരും, ഇതെല്ലാം തന്നെ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്. അത് ഉപയോഗിച്ച് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാം. ഉണ്ടാക്കി കഴിയുമ്പോൾ ആ സാധനം ഇപ്പോഴും അവിടെ തന്നെ കാണും. അതായത് എ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് ബി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാം. എ ഒരു മെഷീൻ ആണെങ്കിൽ ബി ഉണ്ടാക്കിയതിന് ശേഷം എ അവിടെ തന്നെ ഉണ്ടാകും. അതേസമയം ഇന്റർമീഡിയറ്റ് ഗുഡ് അങ്ങനെയല്ല. ഇപ്പോൾ സി എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ച് ഡി ഉണ്ടായി കഴിഞ്ഞാൽ സി അവിടെ ഡി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ സി ഇല്ല, ഡി മാത്രമേ ഉള്ളൂ. ഗോതമ്പ് മാവ് ഉപയോഗിച്ച് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പിന്നീട് ഗോതമ്പ് മാവില്ല, ചപ്പാത്തി മാത്രമേ ഉള്ളൂ. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ് ഫൈനൽ ഗുഡ് ആയിട്ട് മാറുന്നത്. അതേസമയം ക്യാപിറ്റൽ ഗുഡ് ആണെങ്കിലോ, ക്യാപിറ്റൽ ഗുഡ്സ്
ഫൈനൽ ഗുഡ്സ് ആയിട്ട് മാറുകയല്ല. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്ന ഫൈനൽ ഗുഡ്സ് തന്നെയാണ്. അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേറെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു, മെഷീൻ, ഇതൊക്കെ എന്താണ്? അതിന് ഉദാഹരണമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഇന്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഇടനില, അത് പിന്നീട് ഫൈനൽ ആയിട്ട് മാറുന്നു. ഈ അന്തിമ ഗുഡ്സ് ആണ് ഫൈനൽ ഗുഡ്സ്. നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു, അതിന് വേറെ അഡീഷണൽ ഫിറ്റിംഗ്സ് ഒന്നും ആവശ്യമില്ലാത്തത്, നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം. അത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. കൺസ്യൂമർ ഗുഡ്സ്, ഉപഭോക്ത ഉൽപ്പന്നങ്ങളും, ദെൻ ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന ഉൽപ്പന്നങ്ങളും. ഉപഭോക്ത ഉൽപ്പന്നങ്ങൾ നമുക്ക് നേരെ കവർ പൊട്ടിച്ച് അല്ലെങ്കിൽ നേരെ യൂസ് ചെയ്യാൻ പറ്റുന്നു, അത് നമുക്ക് സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലോ വേറൊരു കൺസ്യൂമർ ഗുഡോ അല്ലെങ്കിൽ വേറൊരു ക്യാപിറ്റൽ ഗുഡോ ഉണ്ടാക്കുന്നതാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം മെഷീനുകൾ, ടൂളുകൾ, ഇതേപോലുള്ള എല്ലാം തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഇനിയിപ്പോ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം, അപ്പൊ ദേശീയ വരുമാനം നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനകത്തുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ്, ഗുഡ്സിന്റെയും സർവീസസിന്റെയും ആകെ തുകയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഏതൊക്കെ ഗുഡ്സ് എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഈ ഇടനില ഗുഡ്സും അന്തിമ ഗുഡ്സും എടുക്കൂ, അതോ ഇടനിലയും അന്തിമയും ഒരെണ്ണം മാത്രമേ എടുക്കത്തുള്ളൂ, അതോ കൺസ്യൂമർ ഗുഡ്സ് മാത്രമേ എടുക്കത്തുള്ളൂ? ഏതാണ് എടുക്കുന്നത്? ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ അന്തിമ ഉൽപ്പന്നങ്ങൾ, ഫൈനൽ ഗുഡ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. ഫൈനൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൺസ്യൂമറും വരും, ക്യാപിറ്റലും വരും. അതേസമയം ഇന്റർമീഡിയറ്റ്, അന്തിമ ഇടനില ഉൽപ്പന്നങ്ങൾ എടുക്കത്തില്ല. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് എന്ത് ഗുഡ്സ് ആണ് എടുക്കുന്നത്? അന്തിമ ഉൽപ്പന്നങ്ങൾ, ഫൈനൽ ഗുഡ്സ് ആണ് എടുക്കുന്നത്. എന്തെടുക്കത്തില്ല? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എടുക്കത്തില്ല. അപ്പോൾ ഐറ്റംസ് ദാറ്റ് ഈസ് മെന്റ് ഫോർ ഫൈനൽ യൂസ്, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നത്? അന്തിമ ഉപയോഗത്തിന് വേണ്ടിയുള്ള ഉൽപ്പന്നം. ആൻഡ് വിൽ നോട്ട് പാസ് ത്രൂ എനി മോർ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, ഇനി മറ്റൊരു സ്റ്റേജിലൂടെ കടന്നു പോകത്തില്ല. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഫൈനൽ ഗുഡ്സ്. ഈ ഫൈനൽ ഗുഡ്സിനെ തന്നെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസംഷൻ എന്നും ക്യാപിറ്റലും. ഞാൻ ഇതിനകത്ത് എല്ലാം വായിച്ചു പോവുക എന്നുള്ളതല്ല വീഡിയോയുടെ ഉദ്ദേശം. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം വായിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഫൈനൽ ഗുഡ്സിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, കൺസംഷനും ക്യാപിറ്റലും. അതായത് ഫുഡ്, ക്ലോത്തിങ്, അതുപോലുള്ളത്, അതെല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ അൾട്ടിമേറ്റ് യഥാർത്ഥ കൺസ്യൂമർ ആണ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അതേസമയം ഒരു ഗുഡ് ഉപയോഗിച്ച് വേറൊന്ന് നിർമ്മിക്കാൻ പറ്റുന്നതിനാണ് ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നത് നോർമലി എന്താണ്? ഡ്യൂറബിൾ അല്ല, അധിക കാലം ഉപയോഗിക്കില്ല. നമ്മൾ പെട്ടെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കണം എന്നുള്ളതാണ് കൺസംഷൻ ഗുഡ്സ് നമ്മൾ പൊതുവേ പറയാറുണ്ട്. അതേസമയം ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലോ ലോങ് ടേം, മെഷീനുകൾ, ടൂളുകൾ, ഇതെല്ലാം തന്നെ ലോങ് ടേമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ്? കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ? കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് വെച്ചാൽ ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഉപഭോക്ത ഉൽപ്പന്നങ്ങൾ. അതായത് ഈ കൺസ്യൂമർ ഗുഡ്സ് നോർമലി ഷോർട്ട് ടേമിലത്തേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, അതെല്ലാം. അതേസമയം ക്യാപിറ്റൽ ഗുഡ്സ് ലോങ് ടേമിലത്തേക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ലോങ് ടേമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കൺസ്യൂമർ ഗുഡ്സും ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ, വാഹനങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് ലോങ് ടേമിൽ യൂസ് ചെയ്തുകൂടെ, ഉപയോഗിക്കാമല്ലോ. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ലോങ് ടേമിൽ ഒരു സാധനം ഉപയോഗിച്ചു എന്ന് വെച്ച് അത് ക്യാപിറ്റൽ ഗുഡായിട്ട് മാറണമെന്നില്ല. അതേസമയം ക്യാപിറ്റൽ ഗുഡ്സ് പൊതുവെ ഷോർട്ട് ടേമിലത്തേക്ക് യൂസ് ചെയ്യാറില്ല, ലോങ് ടേമിലത്തേക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതേസമയം കൺസ്യൂമർ ഗുഡ്സോ ഷോർട്ട് ടേമിലും ലോങ് ടേമിലും യൂസ് ചെയ്യാറുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കൺഫ്യൂഷൻ ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണ് നമ്മൾ പറഞ്ഞല്ലോ? ഫൈനൽ ഗുഡ്സ് ആകുന്ന ആ പ്രോസസ്സിൽ ഇടയിലുള്ള ഗുഡ്സ് ആണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങളൊന്ന് ഓർത്തെടുത്ത് നോക്കി, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമ്മൾ ഏതെടുക്കത്തില്ല? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എടുക്കത്തില്ല. പകരം ഏത് മാത്രമേ എടുക്കത്തുള്ളൂ? ഫൈനൽ ഗുഡ്സ് എടുക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ കൺസ്യൂമർ ഗുഡ്സ് എടുക്കുന്നുണ്ട്, ശരിയോ തെറ്റോ? എടുക്കുന്നുണ്ട്, കാരണം കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് ഫൈനൽ ഗുഡ്സ് ആണ് അല്ലേ? ശരിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്, ശരിയോ തെറ്റോ? ശരിയാണ്, കാരണം ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്ന ഫൈനൽ ഗുഡ്സ് ആണ്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, ഇടനില ഉൽപ്പന്നങ്ങൾ എടുക്കുന്നുണ്ട്, ശരിയോ തെറ്റോ? തെറ്റ്, കാരണം ഇത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഒരു ഫൈനൽ ഗുഡ് അല്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ട് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എടുക്കുന്നില്ല? നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് പിന്നീട് എന്തായിട്ട് മാറുന്നു? ഫൈനൽ ഗുഡ്സ് ആയിട്ട് മാറുന്നു അല്ലെ? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് പിന്നീട്
ഫൈനൽ ഗുഡ്സ് ആയിട്ട് മാറുന്നു. ഗോതമ്പ് മാവ് പിന്നീട് ചപ്പാത്തിയായിട്ട് മാറിയിട്ട് ചപ്പാത്തി നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്നു. അപ്പൊ ചപ്പാത്തി മാർക്കറ്റിൽ വിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചപ്പാത്തി ഓൾറെഡി GDP-യുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ വില, ഗുഡ്സിന്റെ വില ദേശീയ വരുമാനത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഗോതമ്പ് മാവിന്റെ വിലയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് എന്താ സംഭവിക്കുക? ഗോതമ്പ് മാവിന്റെ വില കാൽക്കുലേറ്റ് ചെയ്യുന്നു, ചപ്പാത്തിയുടെ വില കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഗോതമ്പ് മാവിന്റെ വിലയും വരും. അപ്പോൾ ഒരു സാധനം 2 തവണ കാൽക്കുലേറ്റ് ചെയ്തതിന് തുല്യമാകും. അതാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡബിൾ കൗണ്ടിങ് എന്ന് വെച്ചാൽ ഒരു വസ്തു വീണ്ടും വീണ്ടും ദേശീയ വരുമാനത്തിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യുമ്പോൾ ദേശീയ വരുമാനം പെരുപ്പിച്ച് കാണിക്കുന്നതിന് തുല്യമാകും. കൃത്യമായിട്ടൊരു ഫിഗർ കിട്ടത്തില്ല. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എടുക്കാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഫൈനൽ ഗുഡ്സ് മാത്രം എടുക്കുന്ന കാരണം എന്താ? ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാനാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിനുശേഷം 2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് നോക്കുന്നത്, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സ്റ്റോക്കും ഫ്ലോ എന്ന് പറയുന്ന 2 കോൺസെപ്റ്റുകൾ. സ്റ്റോക്കിന്റെ മലയാളം ശേഖരം, ഫ്ലോ എന്ന് വെച്ചാൽ പ്രവാഹം എന്നുള്ളതാണ്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, അതായത് സ്റ്റോക്കും ഫ്ലോയും 2 പ്രധാനമായിട്ട് നാഷണൽ ഇൻകം പഠിക്കുന്ന സമയത്തുള്ള 2 എക്കണോമിക് കോൺസെപ്റ്റാണ്. എക്കണോമിക്സിനകത്ത് പഠിക്കുന്ന 2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. നമുക്ക് ഒരുപാട് ഡെപ്തിൽ വേണ്ട, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നോക്കുക. നമ്മൾ ഉദ്ദേശം വെച്ചാൽ കുറഞ്ഞ സമയത്തിൽ എക്സാമിന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഇൻ ഡെപ്ത് പഠിക്കാൻ നമ്മൾ എക്കണോമിക്സിൽ ഡിഗ്രിയോ PG അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് എന്താണ് സ്റ്റോക്കും ഫ്ലോ എന്ന് പറഞ്ഞുതരാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഒരു കൃത്യം ഒരു പോയിന്റ് പറയാണ്. ഇപ്പൊ 17 മണി, ഇപ്പൊ ഇവിടെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? സ്റ്റോക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? 5 മണി. 5 മണിയാകുന്ന സമയത്ത് ഒരു സാധനം മെഷർ ചെയ്യുന്നു. നമുക്കൊരു ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ഡാമിലെ വെള്ളവും പൈപ്പിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളം. ഡാമിലെ വെള്ളവും പൈപ്പ് തുറന്നു വിടുന്ന വെള്ളം. അതായത് ഡാമിൽ 5 മണിക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് നോക്കുമ്പോൾ ഡാമിൽ എത്ര വെള്ളമുണ്ട്? ഇത്ര അടി വെള്ളം. നമ്മൾ പറയാറില്ലേ, മുല്ലപ്പെരിയാർ ഡാമിന് ഇത്ര അടിക്ക് മുകളിലായാൽ തുറന്നു വിടണം, അത് ഡാമിന് ഭീഷണിയാണെന്ന് പറയാറില്ലേ? ഇത്ര മണിക്ക് ചെന്ന് നോക്കുമ്പോൾ ഡാമിൽ ഇത്ര അടി വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഡാമിലെ വെള്ളം ചെക്ക് ചെയ്യുന്നു. ഇത്ര സമയം 5:24 ഇത്രയാണ് വെള്ളം, 6 മണിക്ക് ഇത്രയാണ് വെള്ളം എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ ഡാമിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ, ഒരു കൃത്യ സമയത്ത് നമുക്ക് ഡാമിലെ വെള്ളം മെഷർ ചെയ്യാൻ പറ്റുന്നു. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു കൃത്യം പോയിന്റിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതിനാണ് സ്റ്റോക്ക് എന്ന് പറയുന്ന വേരിയബിൾ. അത് ആ ഒരു പോയിന്റിൽ എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാം. അടുത്ത പോയിന്റിൽ അത് ചേഞ്ച് ആവും, പക്ഷെ ആ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും? അതുണ്ടാകും. അതേസമയം ഫ്ലോ എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിലേ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡാമിലെ വെള്ളം സ്റ്റോക്ക് ആണെങ്കിൽ പൈപ്പ് തുറന്നു വിടുന്ന വെള്ളം ഫ്ലോ ആണ്. കാരണം പൈപ്പ് തുറന്നു വിട്ട വെള്ളം 5 മണിക്ക് എത്രയാണ് പൈപ്പ് തുറന്നു വിട്ടപ്പം വെള്ളം ഉണ്ടായെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. 5 മണിക്ക് എത്ര വെള്ളം പോയി നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 5 മണിക്കും 6 മണിക്കും ഇടയിൽ പൈപ്പ് തുറന്നു വിട്ടപ്പോൾ എത്ര വെള്ളം പോയി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. 5 മണിക്ക് ഞാൻ ബക്കറ്റിനകത്ത് വെള്ളം തുറന്നു വിട്ടു, 6 മണി ആയ സമയത്ത് അടച്ചപ്പോൾ എത്ര വെള്ളം ഉണ്ടെന്ന് എനിക്ക് അളന്ന് നോക്കിക്കൂടെ? അതൊരു പീരീഡിനകത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഫ്ലോ മെഷർ ചെയ്യാൻ പറ്റുക. ഫ്ലോ ഒരു പീരീഡിനകത്താണ് മെഷർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ സ്റ്റോക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റോക്കും ഫ്ലോ എന്ന് പറയുന്ന 2 വേരിയബിൾസ്, ശേഖരവും പ്രവാഹവും. സ്റ്റോക്ക് ശേഖരം, നമ്മൾ ശേഖരിച്ചു വയ്ക്കുന്നു. ഫ്ലോ എന്ന് വെച്ചാൽ പ്രവാഹം നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ ഒരാളുടെ സാലറി ഇവിടെ പറയുന്നുണ്ട്, പിന്നെ സാലറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ഇൻകം, ഡെയിലി ഇൻകം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഫ്ലോ കോൺസെപ്റ്റ് ആണ് അല്ലേ? നിങ്ങളുടെ അസറ്റ്, നിങ്ങളുടെ ആസ്തി, ഇതെല്ലാം തന്നെ ഒരു സ്റ്റോക്കാണ്. കൃത്യമായിട്ട് ഇപ്പോൾ മെഷർ ചെയ്ത് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഫ്ലോ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതേസമയം സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്നതാണ്. മനസ്സിലായല്ലോ? പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഒരു കടയുടെ സ്റ്റോക്ക് എടുക്കുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും നിങ്ങൾ അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നൊക്കെ പറയാറില്ലേ? ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഇൻവെന്ററി ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. മനസ്സിലായോ? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ആ വർഷം കഴിഞ്ഞ്, ആ വർഷം അവസാനം അടുത്ത വർഷം ആകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഇൻവെന്ററി എന്ന് വെച്ചാൽ സാധനം വിൽക്കാൻ വെച്ചിരിക്കുന്നതും വിറ്റ് പോകാത്തതും നമ്മുടെ കയ്യിലുള്ളതായിട്ടുള്ള സാധനത്തിനാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു കട നടത്തുന്ന ഒരാളാണ്, ഞാനിപ്പോൾ കടയിൽ വിൽക്കാൻ വേണ്ടി കുറേ സാധനം എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താ? ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എന്തുമാത്രം വിൽക്കാൻ സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ, കഴിഞ്ഞ വർഷത്തെ സാധനം ഉണ്ടാകാം, ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനം ഉണ്ടാകുന്ന ഒരുപാട് സാധനം, അതാണ് എൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താ?
ഒരു വർഷം കഴിയുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എന്തുമാത്രം ബാക്കിയുണ്ട്, വിറ്റ് കഴിഞ്ഞു, പുതിയത് കുറേ വാങ്ങിച്ചു, അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ബാക്കി എത്രയുണ്ട്, അതാണ് എൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നു. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു ചേഞ്ചിനെയാണ് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഒരു വർഷം നമുക്ക് അവിടുന്ന് ഒരുപാട് ഇൻവെന്ററി പുതിയതായിട്ട് വാങ്ങുന്നു, നമ്മൾ ഒരുപാട് വിൽക്കുന്നു, അപ്പോൾ ഈ ഒരു ചേഞ്ച് സംഭവിച്ചില്ല, അതിനെയാണ് നമ്മൾ ഫ്ലോ എന്ന് പറയുന്നത്. ഒരു വർഷത്തിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ മേടിച്ചു, ഒരുപാട് ഇൻവെന്ററി വിറ്റു, കുറേ വിൽക്കാതെ ബാക്കിയുണ്ട്, അപ്പോൾ നമുക്കൊരു ചേഞ്ച് സംഭവിച്ചു അല്ലേ, അതിനെയാണ് ഫ്ലോ എന്ന് പറയുന്നത്. ഫ്ലോ എന്ന് പറയുന്ന ഒരു പീരീഡിനകത്ത് മെഷർ ചെയ്യുമ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്ന രണ്ട് പെർട്ടിക്കുലർ പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ മെഷർ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് സ്റ്റോക്കിന്റെ ഫിഗർ നമുക്ക് കിട്ടണം സ്റ്റോക്ക് എന്ന് പറയുന്ന വേരിയബിൾ. അതേസമയം ഫ്ലോ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനകത്താണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ടാങ്കിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ സ്റ്റോക്സ് ആർ ദ ഫ്ലോസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓവർ എ സ്പെസിഫിക് പീരീഡ്. Particular machine can be a part of capital stock for many years, but the machine can be part of the flow of new machine added to capital stock. അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മെഷീൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ് അല്ലേ, ഒരു മെഷീൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. മെഷീൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോയുടെ ഭാഗമായിട്ട് മാറുന്നു. ഈ മെഷീൻ അപ്പോൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, ആ പുതിയ ഇൻസ്റ്റാളേഷൻ വരുന്ന സമയത്ത് അവിടെ ഒരു ഫ്ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നുണ്ട്. മെഷീൻ ക്യാൻ ബി പാർട്ട് ഓഫ് ദ ഫ്ലോ ഓഫ് ന്യൂ മെഷീൻ ആഡഡ് ടു ദ ക്യാപിറ്റൽ സ്റ്റോക്ക്. മനസ്സിലായല്ലോ. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഇവിടെ ടാങ്കിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ടാങ്കിന്റെയും പൈപ്പ് തുറക്കുമ്പോഴുള്ള വെള്ളത്തിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു, എന്തോന്നാണ് എക്സാമ്പിൾ എന്നുള്ള കാര്യം പറഞ്ഞു, എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ്. ഡിപ്രീസിയേഷൻ. അതിന് മുന്നേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റി മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നിക്ഷേപം നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ മൊത്തമായിട്ട് നടത്തിയിട്ടുള്ള നിക്ഷേപത്തിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. ഉദാഹരണം, ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം. ഒരു കമ്പനിയിൽ ഞാനിപ്പോൾ നിക്ഷേപം നടത്തുന്നു, അവിടെ മെഷീൻ വാങ്ങിച്ചു വെക്കുന്നു, അതൊരു നിക്ഷേപമല്ലേ. മെഷീൻ, ഒരു 10 ലക്ഷം രൂപയുടെ മെഷീൻ വാങ്ങിച്ചു വെക്കുന്നു, അതാണ് എൻ്റെ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ അവിടെ നടത്തിയ നിക്ഷേപം മെഷീനിന്റെ രൂപത്തിലാണ് നടത്തിയത്. 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തി. ഓക്കെ, അതിനുശേഷം ഇതിനെയാണ് എന്തെന്ന് പറയുന്ന ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ടേം. മൊത്ത നിക്ഷേപം. ഗ്രോസ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടി, പുതിയൊരു വാക്ക്, ഗ്രോസ്, മൊത്തം. നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പഠിക്കുമ്പോൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പഠിക്കാറില്ലേ, മനസ്സിലായല്ലോ. മൊത്ത നിക്ഷേപം, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. അത് 10 ലക്ഷം രൂപയുടെ മെഷീൻ ഞാൻ വാങ്ങിച്ചു വെച്ചു. ഒരു 4-5 വർഷം കഴിയുന്ന സമയത്ത് ഞാൻ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ആ 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മെഷീൻ തന്നെയാണുള്ളത്. പക്ഷേ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആ മെഷീൻ വിൽക്കുന്ന സമയത്ത്, വിൽക്കാൻ വേണ്ടി ഞാനത് മാർക്കറ്റിൽ വെച്ചപ്പോൾ എനിക്കതിനൊരു 4 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. അതായത് എൻ്റെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റിന്, അതായത് എൻ്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ ഇപ്പം 4 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ ഇൻവെസ്റ്റ്മെന്റിൽ എന്തോ അവിടെ കുറവ് സംഭവിച്ചു. മനസ്സിലായില്ല. മെഷീന്റെ വില 10 ലക്ഷമായിരുന്നു, പക്ഷെ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ ആ മെഷീന്റെ ഇപ്പോഴത്തെ വാല്യൂ ഞാൻ കണക്കാക്കി നോക്കിയപ്പോൾ എനിക്ക് 4 ലക്ഷം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നടത്തിയ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്, മൊത്തം ഇൻവെസ്റ്റ്മെന്റിൽ എന്തോ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു. ആ മെഷീന്റെ വാല്യൂവിൽ എന്തോ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു. അതായത് ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ അവിടെ കൺസ്യൂം ചെയ്ത് താഴോട്ട് പോയിരിക്കുന്നു. ആ ഒരു കുറവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പറയുന്ന മെഷീൻ, ഇതുപോലുള്ള ഫിക്സഡ് അസറ്റുകൾ, ഒരു കമ്പനിയിൽ ഉപയോഗിക്കുന്ന, സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന അസറ്റുകൾ, ഈ ക്യാപിറ്റൽ ഗുഡ്സ്, ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന കുറവ്. എങ്ങനെയാണ് മെഷീന്റെ വിലയിൽ കുറവുണ്ടാകുക? മെഷീൻ എന്നും നമ്മൾ ഉപയോഗിക്കുന്നു, വെയർ ആൻഡ് ടയറുകൾ സംഭവിക്കാം, എന്നും കാർ ഉപയോഗിക്കുന്നു. അതായത് ഈ മെഷീന്റെ കപ്പാസിറ്റി, നമ്മൾ ഒരു പുതിയ മെഷീൻ വാങ്ങുന്ന പോലെയല്ല, ഒരു ഉപയോഗിച്ച് തേഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞ മെഷീൻ വെയർ ആൻഡ് ടയർ സംഭവിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റുകൾ, ഇലക്ട്രിക്കൽ ആക്സിഡന്റുകൾ, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി മെഷീൻ അടിച്ചു പോയെന്നിരിക്കാം. അതുപോലെ തന്നെ എന്താണ് അത്തരത്തിലുള്ള എന്തെങ്കിലും പിന്നെ ടെക്നോളജി മാറിയത് കാരണം ഇവിടെ എന്ത് സംഭവിച്ചു? ഈ മെഷീൻ പഴയതായിട്ട് മാറി, അതിന്റെ അപ്പോഴും മൂല്യം കുറഞ്ഞെന്നിരിക്കും. അപ്പൊ ഞാൻ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ പുതിയ ടെക്നോളജിയുള്ള സാധനം വരുമ്പോൾ പഴയതിന് അത്രത്തോളം വില കിട്ടത്തില്ല. ആക്സിഡന്റ് പറ്റിയതാണെങ്കിൽ അതേ വില കിട്ടത്തില്ല. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് അതിന്റെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ടതാണെങ്കിൽ അതേ വില കിട്ടണമെന്നില്ല. അപ്പൊ ഇതിനെല്ലാം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. വെയർ ആൻഡ് ടയർ, സ്ഥിരമായിട്ടുള്ള ഉപയോഗം കാരണം പലതരത്തിലുള്ള അസറ്റുകളുടെ വാല്യൂ കുറയാറുണ്ട്. അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഞാൻ പക്ഷേ ഒരു കമ്പനിയിൽ നിക്ഷേപിച്ചപ്പോൾ 10 ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് ഞാൻ കമ്പനി നടത്തിയത്. ആ നിക്ഷേപം മെഷീൻ എന്ന രൂപത്തിലാണ് ഞാൻ നടത്തിയത്. പക്ഷെ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കതിൽ 4 ലക്ഷം മാത്രമേ ഉള്ളൂ. മനസ്സിലായത്? എന്തുകൊണ്ടാ? ഡിപ്രീസിയേഷൻ, അതിന്റെ മൂല്യം ഇടിഞ്ഞു. 6 ലക്ഷത്തോളം രൂപ, അതായത് 10 വർഷം ഈ ഒരു മെഷീൻ പ്രവർത്തിച്ചപ്പോൾ 6 ലക്ഷം രൂപയുടെ കുറവാണ് ആ മെഷീന് സംഭവിച്ചത്. ബാക്കി 4 ലക്ഷം മാത്രമേ മെഷീനിന് മാർക്കറ്റിൽ വില കിട്ടത്തുള്ളൂ. ഇതാണ് എൻ്റെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്.
ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ എനിക്ക് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രോസ് മൊത്തം, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് കിട്ടും. നെറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ എന്നാണ് പറയുന്നത്, അതായത് ചെലവുകൾ കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതിന് അറ്റ. ഇപ്പോൾ നെറ്റ് ഇൻകം, അറ്റ വരുമാനം, അല്ലെങ്കിൽ NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, എന്താ അറ്റ ദേശീയ ഉൽപ്പന്നം നമ്മൾ പറയാറില്ല. എന്താണ് നിങ്ങൾ ഒരാളുടെ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ചെലവുകൾ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ചെലവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ്. അപ്പൊ നിങ്ങൾ എക്സാമിന് തയ്യാറെടുക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാനുള്ള ആദ്യ ഫോർമുലയാണ് ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ നെറ്റ് കിട്ടണം. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മാറി NDP ആകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. അതൊക്കെ നമ്മൾ നോക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ആദ്യ പടിയാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് കിട്ടണം? നെറ്റ് കിട്ടണം. ഗ്രോസ് മൊത്തം, നെറ്റ് എന്ന് പറയുന്നത് അറ്റ. ഓക്കെ അല്ലേ? ഗ്രോസ് മൈനസ് ഡിപ്രീസിയേഷൻ നെറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി പോകുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഡിപ്രീസിയേഷൻ, ഇനി വേറൊരു കാര്യം ഇവിടെ പറയുന്നത് വെച്ചാൽ ഡിപ്രീസിയേഷൻ ഒരു വർഷം കൊണ്ട് സംഭവിക്കുന്നില്ല. നിങ്ങൾ നോക്കി, ഇപ്പൊ ഒരു 10 വർഷം ഞാനിപ്പോ എന്ത് ചെയ്തു? 10 വർഷം ഞാൻ ഈ മെഷീൻ ഉപയോഗിച്ചപ്പോഴാണ് ഡിപ്രീസിയേഷൻ 6 ലക്ഷം ഉണ്ടായത്. അപ്പൊ 10 വർഷം ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എഴുതി കളയണം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ്, എനിക്കറിയാം എൻ്റെ മെഷീൻ ഇപ്പോൾ 10 ലക്ഷമാണ് ഇതിൻ്റെ വില. ഒരു 5 വർഷം കഴിയുമ്പോൾ അതിന് 5 ലക്ഷം രൂപയെ കിട്ടത്തുള്ളൂ. അതിൻ്റെ അർത്ഥം അന്ന് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് 5 ലക്ഷം രൂപ നഷ്ടം വരും. പക്ഷേ ഈ നഷ്ടം ഒരു വർഷം കൊണ്ട് ഉണ്ടാകുന്നതല്ല. നോക്കി, അതായത് ഞാനിപ്പോൾ 2000 ഒരു മെഷീൻ മേടിച്ചു, അതിൻ്റെ വില 10 ലക്ഷമാണ്. 2005 ആ മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ ഒരു 5 ലക്ഷമേ കിട്ടത്തുള്ളൂ എന്ന് എനിക്കൊരു ധാരണയുണ്ട്. ഓക്കെ, അതായത് ഈ 2005 എനിക്ക് 5 ലക്ഷം രൂപ നഷ്ടം വരും, ലോസ് വരും. പക്ഷേ ഈ 5 ലക്ഷം എന്ന് പറയുന്ന നഷ്ടം 2005 മാത്രം സംഭവിച്ചല്ല. എല്ലാ വർഷവും കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെഷീൻ ഉപയോഗിക്കുന്ന വഴി തേഞ്ഞ് പോകുന്നുണ്ടല്ലേ? അപ്പോൾ ഒരു വർഷത്തെ മാത്രം നഷ്ടമായിട്ടത് കാണിക്കാൻ പറ്റില്ല. എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതായത് ഡിപ്രീസിയേഷൻ യഥാർത്ഥത്തിൽ നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നൊരു പൈസ അല്ല. അത് എപ്പോഴാണ് സംഭവിക്കുക? നമ്മുടെ മെഷീനിൽ നിന്ന്, അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ചെലവായിട്ട് വെറുതെ എഴുതി കാണിക്കുന്നതാണ്. അത് വിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിന്റെ യഥാർത്ഥ ചെലവ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ GDP, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നൊരു ടേം പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് യഥാർത്ഥ ചെലവല്ല. പക്ഷെ എന്താണ്? ചെലവിൽ നിന്ന് നമുക്ക് വരുമാനത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അത് കുറച്ച് കൊണ്ട് പോകണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. അത് എല്ലാ വർഷവും കൃത്യമായിട്ട് കുറയ്ക്കണം. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ, GDP മൈനസ് ഡിപ്രീസിയേഷൻ, NDP എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഇനി ആദം സ്മിത്തിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ആദം സ്മിത്ത് നമുക്കറിയാം, എന്താ, ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്. അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? എൻ എൻക്വയറി ഇൻ ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം രചിക്കുന്ന അദ്ദേഹമാണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ സമയത്ത് എക്കണോമിക്സ് എന്നൊരു സബ്ജക്റ്റ് ഇല്ലായിരുന്നു. അദ്ദേഹമാണ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ആ സമയത്ത് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായത്? പിന്നീടാണ് എക്കണോമിക്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ ജോൺ മെയ്നാർഡ് കെയ്ൻസ്, നമ്മൾ പറഞ്ഞു JM കെയ്ൻസ്, ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്, അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിട്ടുള്ള ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, 1929 ലോകത്ത് ഗ്രേറ്റ് ഡിപ്രഷൻ, ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ JM കെയ്ൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പറയുന്നു ലോകത്തെ പല സമ്പദ് വ്യവസ്ഥകളും ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളായിരുന്നു. അപ്പൊ ഈ ജോൺ മെയ്നാർഡ് കെയ്ൻസ് പറയുന്നുണ്ട് എന്താണ്? നിങ്ങൾ ഗവൺമെന്റിന്റെ ഇടപെടൽ നടത്തണം. ഗവൺമെന്റ് കൃത്യമായിട്ട് ഇടപെട്ടാൽ മാത്രമേ സമ്പദ് വ്യവസ്ഥകളിൽ റിക്കവറി പോസിബിൾ ആകത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ അതാണ് JM കെയ്ൻസിന്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ഒരു പുസ്തകം 1936 വരുന്നു. ആ ഒരു പുസ്തകം ആണ് പിന്നീട് മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനവും നമുക്ക് എന്ത് ചെയ്യാം? പറയാവുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, ബാക്കി പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ അടുത്ത വീഡിയോ. കാരണം ഒരു വലിയ വീഡിയോ ആയി കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും എന്താണ്, ഇതൊരു അവസാനം, പക്ഷെ പ്രധാനമായിട്ടും GDP കണക്കാക്കുന്ന കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത്രയും പോർഷൻസ് കഴിഞ്ഞ് നിങ്ങൾ അതിലോട്ട് പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഒരു ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. പല ആൾക്കാരും അത് കാണാതെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ ഈ ഒരു കോൺസെപ്റ്റോട് ഇവിടെ നിർത്തിയതിന് ശേഷം GDP, GNP തുടങ്ങിയതിന്റെ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന്റെ ഫോർമുലാസ്, പ്രോബ്ലംസ് എല്ലാം അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കും.
ഈ ഒരു കോൺസെപ്റ്റും കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യാം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം എന്നൊക്കെ പറയാറുണ്ട്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് വെച്ചാൽ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം. എന്താണ് വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റിനകത്ത് പറയുന്ന പ്രകാരം ഒരു സമ്പദ് വ്യവസ്ഥയിൽ, ഇതൊരു സാങ്കല്പിക കോൺസെപ്റ്റാണ്. ഇതൊരു എന്താണ്, ഒരു സിമ്പിൾ എക്കണോമി. സിമ്പിൾ എക്കണോമി എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ രണ്ട് യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒന്ന് ഫേമും മറ്റൊന്ന് ഹൗസ് ഹോൾഡും. 2 യൂണിറ്റുകളുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ഫേംസും ഹൗസ് ഹോൾഡും. ഫേംസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ, ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഫേംസ്. ഹൗസ് ഹോൾഡ് എന്ന് വെച്ചാൽ വീടുകൾ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. അപ്പോൾ ഒരു സിമ്പിൾ എക്കണോമിയിൽ ഫേംസും ഉണ്ട്, ദെൻ ഹൗസ് ഹോൾഡും ഉണ്ട്. ഹൗസ് ഹോൾഡ് എന്ന് വെച്ചാൽ വീടുകൾ, നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ താമസിക്കുന്ന വീടുകൾ. ഫേംസ് എന്ന് വെച്ചാൽ ബിസിനസ് സ്ഥാപനങ്ങൾ, അവിടെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഇനി ഇതൊരു സിമ്പിൾ എക്കണോമിയാണ്. ഇത് ജസ്റ്റ് ഒരു തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ആണ്. ഇവിടെ വരുമാനം എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. ഇവിടെ വരുമാനം എങ്ങനെ ഫ്ലോ ചെയ്യുന്നു, നമ്മൾ ആദ്യമേ പഠിച്ച ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതായത് നമ്മളൊരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കാകുന്ന അടിസ്ഥാന ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരു വസ്തു നിർമ്മിക്കാൻ വേണ്ടി നമുക്കാകുന്ന ഫാക്ടേഴ്സ്, ഉൽപാദന ഘടകങ്ങൾ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്, അതെല്ലാം അറിയാമല്ലോ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതെല്ലാം തന്നെ ഒരു ഉൽപാദനം നടക്കണമെങ്കിൽ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ സ്ഥാപനങ്ങളും വീടുകളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വീടുകളിലെ വീട്ടുകാരാണ്, സാധാരണ ജനങ്ങളാണ് ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലാൻഡും ലേബറും ക്യാപിറ്റലും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? തൊഴിലാളികളെയും അതുപോലെ തന്നെ ഭൂമിയും ക്യാപിറ്റലും റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ കൊടുക്കുന്നത് ഹൗസ് ഹോൾഡ് ഫേമിനാണ്, ആണല്ലോ. അങ്ങനെ കൊടുക്കുമ്പോൾ ഫേം അതെന്ത് ചെയ്യും? വാങ്ങും. വാങ്ങിയതിന് ശേഷം അതിനെന്ത് കൊടുക്കും? ഫാക്ടർ പേയ്മെന്റ് കൊടുക്കും. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നതാണ് ഫാക്ടർ സർവീസസ്. ഇതിന് തിരിച്ച് അതായത് ഈ പറയുന്ന ഫേംസ് ഉണ്ടല്ലോ, സ്ഥാപനങ്ങൾ, ഈ പറയുന്ന ലാൻഡും ലേബറും ക്യാപിറ്റലും എല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് ഫാക്ടർ പേയ്മെന്റ്. എന്തൊക്കെയാ ഫാക്ടർ പേയ്മെന്റ്? നമുക്കറിയാം, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, അതുപോലെ തന്നെ റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, പിന്നെ എന്ത് വരുന്നുണ്ട്? വേജസ്. ഇതെല്ലാം തന്നെ തിരിച്ച് ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ഹൗസ് ഹോൾഡ് അത് വെച്ചിട്ട് വെറുതെ ഇരിക്കുമോ? ഇല്ല. ഹൗസ് ഹോൾഡ് അത് വെച്ചിട്ട് എന്ത് ചെയ്യും? ആ പൈസ വീണ്ടും ഈ പറയുന്ന സ്ഥാപനത്തിന് തന്നെ കൊടുക്കും. എന്നിട്ട് എന്ത് വാങ്ങും? ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങൾ വാങ്ങും. ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിച്ചിട്ട് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. അതായത് ഇവിടെ എന്താണ്? ആദ്യം ഹൗസ് ഹോൾഡ് ഫേംസിന് വേണ്ടി ലാൻഡ്, ലേബറും ക്യാപിറ്റലും എല്ലാം കൊടുത്തു. അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എല്ലാം മേടിച്ചെടുത്തു. എന്നിട്ട് ആ കാശ് തന്നെ ഹൗസ് ഹോൾഡ് ഫേംസിന് കൊടുത്തിട്ട് സാധനങ്ങളും സേവനങ്ങളും മേടിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു സിമ്പിൾ എക്കണോമിയാണ്. ഈ ഒരു സിമ്പിൾ എക്കണോമിയിൽ എന്ത് സംഭവിക്കുന്നു? ഫേംസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫേംസിന്റെ വരുമാനം ഹൗസ് ഹോൾഡിന്റെ ചിലവ്, ഹൗസ് ഹോൾഡിന്റെ വരുമാനം ഫേംസിന്റെ ചിലവ്. ഒരാളുടെ ഇൻകം മറ്റൊരാളുടെ എക്സ്പെൻഡിച്ചർ ആണ്, വേറൊരാളുടെ എക്സ്പെൻഡിച്ചർ മറ്റൊരാളുടെ ഇൻകം എന്നാണ് ഈ ഒരു സിമ്പിൾ എക്കണോമിക്കകത്ത് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡിൽ ഇൻകം ഫേമിലോട്ടും ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലോട്ടും പോകുന്നു. ഹൗസ് ഹോൾഡിന്റെ എക്സ്പെൻഡിച്ചർ ഫേമിന്റെ ഇൻകം, ഫേമിന്റെ എക്സ്പെൻഡിച്ചർ ഹൗസ് ഹോൾഡിന്റെ ഇൻകം. ഇനി ഇതൊരു സിമ്പിൾ എക്കണോമി, ഇതൊരു 2 സെക്ടർ മോഡലാണ്. നമ്മൾ എക്കണോമി ഈ ഒരു NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് 2 സെക്ടർ മോഡലിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇനി വേറൊരു 3 സെക്ടർ മോഡൽ ഉണ്ട്. 3 സെക്ടർ മോഡൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഫേംസും ഹൗസ് ഹോൾഡും കൂടാതെ ഒരു സെക്ടറും കൂടെ വരുന്നു, ഗവൺമെന്റ്. മനസ്സിലാവും? നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് പറയാം. 3 സെക്ടർ മോഡൽ എന്ന് പറയുമ്പോൾ അവിടെ ആരും കൂടെ വരുന്നുണ്ട്? ഗവൺമെന്റും കൂടെ വരുന്നതാണ് 3 സെക്ടർ മോഡൽ. ഇനി ഒരു 4 സെക്ടർ മോഡൽ ഉണ്ട്, അത് എക്സ്റ്റേണൽ സെക്ടർ. നമുക്കറിയാം എക്സ്റ്റേണൽ സെക്ടർ വിദേശ രാജ്യങ്ങൾ, അവരും ചിലപ്പോൾ ഇതിൽ പങ്കാളികളാവാറില്ല. അതാണ് 4 സെക്ടർ മോഡൽ. 2 സെക്ടർ മോഡൽ ഫേമും ഹൗസ് ഹോൾഡും. 3 സെക്ടർ മോഡൽ ഗവൺമെന്റും വരുന്നുണ്ട്, ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്. 4 സെക്ടർ ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഈ ഒരു നാഷണൽ ഇൻകത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കി. ഇനി അടുത്ത ക്ലാസ്സിലാണ് നമുക്ക് GDP എന്താണ്,
GDP കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് എന്താണ്, പേഴ്സണൽ ഇൻകം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ ടേംസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളിനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എന്താ GDP എസ്റ്റിമേഷൻ്റെ സമയത്തും GNP NNP ഒക്കെ പറയുമ്പോൾ ഡിപ്രീസിയേഷൻ ഒക്കെ നമുക്ക് വരുമല്ലോ. അപ്പം അതറിഞ്ഞിരിക്കാൻ ഈ ടേംസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ ഇന്ന് പഠിപ്പിച്ച അത്രയും കുറച്ച് പോർഷൻസ് അല്ലേ ഉള്ളൂ, അതായത് കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ, ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF കംപ്ലീറ്റ് ഒരു PDF ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോർഷനായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.